ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഫോണും പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. കുഞ്ഞാപ്പി എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞാപ്പിയുടെ കോലമായിരുന്നു നോക്കണ്ട കേട്ടോ. പാവം കിടക്കുന്ന കിടപ്പ് കണ്ടാൽ തന്നെ പാവം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് എൻ്റെ ലുക്ക് കണ്ട് ആരും പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് മുഖം കഴുകി ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നലത്തെ കപ്പ ബിരിയാണിയുടെ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കപ്പ ബിരിയാണിയുടെ ബാക്കി ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഇപ്പുറത്തെ കുഞ്ഞു കലത്തിലെ ചോറാണ് കേട്ടോ, നമ്മുടെ ഇന്നലത്തെ ചോറാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. നമുക്ക് വേസ്റ്റ് ഇവിടെ കളയാൻ ഒത്തിരി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചോറുകളൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കത്തില്ല കേട്ടോ. ഉള്ള ചോറൊക്കെ അങ്ങ് പുതിയ ചോറ് വെക്കുന്നതിൻ്റെ കൂടുതൽ അങ്ങ് കഴിക്കും. അതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇന്നലെ നമ്മൾ ഇച്ചിരി ഇറച്ചി മേടിച്ചായിരുന്നു. അപ്പോൾ ഇറച്ചിയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലുങ്കപ്പം വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ഇറച്ചിയും കൂടെ മേടിച്ചായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിങ്ങനെ ഒന്ന് ഫ്രൈ അല്ല, നമ്മുടെ ഒലത്തി എടുക്കൂലേ, ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കാപ്പിക്ക് എടുക്കാമല്ലോ, കപ്പയുടെ കൂടെ തിന്നാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അതും കൂടെ ഒന്ന് കുക്കറിനകത്ത് വെച്ച് തന്നെ ഒന്ന് ചൂടാക്കി. പിന്നെ ഇതേ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. നമ്മൾ ചോറിരുന്ന കലവും പിന്നെ കപ്പ വേവിച്ച പാത്രവും കപ്പ ഇരുന്ന പാത്രവും അതെല്ലാം ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കണം. രാവിലെ കാപ്പിയുടെ കാര്യം അങ്ങനെ ഉള്ളതുകൊണ്ട് അതങ്ങ് സെറ്റായിട്ടോ. ഇനിയിപ്പോൾ കാപ്പിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പോഴത്തേന് നമുക്കിനി ചോറ് വെക്കണം. അപ്പോൾ ചോറും പാത്രമൊക്കെ കലമൊക്കെ ഒന്ന് കഴുകി എടുത്ത് നമ്മൾ പുതിയ ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കഞ്ഞിക്കലമൊക്കെ എടുത്തു, വെള്ളമൊക്കെ എടുത്തു. പിന്നെ തീയൊക്കെ കത്തിച്ച് ഞാൻ കഞ്ഞിക്കലം തീയിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ചോറും അരിയും കൂടെ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കറിക്കുള്ള പരിപാടികൾ നോക്കാം. ഈ ചെടിയുടെ പേരറിയത്തില്ല, പക്ഷേ അതിൽ പൂവിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചേട്ടായി ദേ പോകാൻ തുടങ്ങുവാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ പനയാണ് കേട്ടോ. പിന്നെ ഇതേ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഒരു വട്ടം വിരിച്ചായിരുന്നു കേട്ടോ എഴുന്നേറ്റ് പോയപ്പോൾ. രണ്ടാമത്തെ വട്ടം പെണ്ണ് കാണിച്ചിട്ടേക്കുന്നതാണിത്. അത് ഞാൻ ഒന്നും കൂടെ വൃത്തിയാക്കി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇന്നലെയൊക്കെ ഇവിടെ മഴയായിരുന്നതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഭയങ്കര മൂടലായിരുന്നു. അപ്പോൾ കുറച്ച് തുണി ഒന്ന് ചൂടാക്കി. പിന്നെ ഓർത്ത് എന്തായാലും മുറ്റത്തുണങ്ങിയതാണ്, വെയിൽ വന്നപ്പോൾ മുറ്റം കൂടെ അടിച്ചേക്കാന്ന് ഓർത്തിട്ടുവാണ്. ഞാൻ പിന്നെയും തിരിച്ചു പോയി ഗൈസ്. ഞാൻ ചൂല് തപ്പി നടക്കുന്നതാണ് ആ കണ്ടത്. അപ്പം തുണിയൊക്കെ വിരിച്ചിട്ട് പിന്നെ ഒത്തിരി ചാമ്പങ്ങ നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പൊഴിഞ്ഞു പോയി. ഇന്നലെ കുറച്ച് പറിച്ചായിരുന്നു കേട്ടോ. കുറച്ച് പറിച്ച് ഉപ്പൊക്കെ കൂട്ടി ഞങ്ങൾ തിന്നു. പിന്നെ മുറ്റമൊക്കെ അടിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോറ് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അതുകൊണ്ട് വേഗം ഭയങ്കര പാടാണ് കേട്ടോ. ഒരു 1.5 മണിക്കൂറെങ്കിലും വേണം. സാധാരണ അരി വേകുന്ന 1 മണിക്കൂറാണെങ്കിൽ ഇത് വേകാൻ 1.5 മണിക്കൂറെങ്കിലും സമയം വേണം. പിന്നെ വീട്ടിലെ സ്ത്രീകളുടെ എല്ലാം മിക്ക ഒരു പ്രശ്നമാണ് എന്ത് കറി വെക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. മുട്ട മേടിച്ചു, ക്യാരറ്റ് മേടിച്ചു, കോവയ്ക്ക മേടിച്ചു. ഇതൊക്കെ പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളുടെ ഫേവറേറ്റാണ് ക്യാരറ്റ് തോരൻ, കോവയ്ക്ക മെഴുക്കുവരട്ടി, അങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ്. ഒരു ഫ്രിഡ്ജ് ടൂർ പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ പകുതി മുക്കാലും സമയത്ത് ഫ്രിഡ്ജിനകത്തൊന്നും കാണത്തില്ല. പിന്നെ എന്താ ഫ്രിഡ്ജ് ടൂർ ചെയ്യാനുള്ളത്? അതുകൊണ്ട് പിന്നെ ഇന്നലെ മേടിച്ച കുറേ പച്ചക്കറിയൊക്കെ ഞാനിങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ച ബോക്സാണ് കേട്ടോ കാണുന്നത്. ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് ആ ബോക്സ്. നമുക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ബോക്സ് കിട്ടി. 113 രൂപയായിട്ടുള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഇതിൻ്റെ അടിയിലും കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട്, പയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് അവസാനം ഞാനൊരു കുഞ്ഞ് അവിയൽ വെക്കാൻ തീരുമാനിച്ചു. കാരണം ഇന്നലത്തെ കറി നമ്മുടെ ബീഫ് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഒരു കുഞ്ഞ് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അവിയൽ ഇച്ചിരി എടുത്ത് കിട്ടുമെന്നേ. അവിയലിനുള്ള ഇച്ചിരി പച്ചക്കറി എടുത്തു. ഇതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളൊരു ചെറിയ കൂട്ടം പച്ചക്കറി എടുത്താലും അരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഒത്തിരി ആകും. ഞാൻ എപ്പോഴും എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എടുത്ത പച്ചക്കറികൾ ആകെ ഇച്ചിരി എടുത്തുള്ളൂ. ആ പച്ചക്കറികളിൽ ഇത്ര ഇട്ടപ്പോൾ തന്നെ ഇനിയിപ്പോൾ അരപ്പും കൂടി ചേരുമ്പോൾ ഇത് നല്ലപോലെ കറിയാകും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഊറ്റി ആ അടുപ്പിലോട്ട് തന്നെ ഞാൻ കുടിക്കാൻ വെള്ളം വെച്ചിട്ട് ഞാനത് ഇച്ചിരി പനിക്കൂർക്കയില ഇടണം. പിന്നെ നമുക്ക് ഇന്നലത്തെ ബീഫിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോന്നേ. അപ്പം അതൊക്കെയാണ്. അവിയലും കൂടെ വെക്കുമ്പോൾ അതൊക്കെയുള്ളൂ ഇന്നത്തെ കറികൾ. സ്കൂളിലിട്ടുകൊണ്ട് പോകുന്ന വെള്ളയാണോ? നമ്മളത് പനിക്കൂർക്കയില പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ പനിക്കൂർക്കയില രണ്ടെണ്ണം മതി. പനിക്കൂർക്കയില പറിച്ചതൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ.
നമുക്കിത് ഇടാം. കാരണം നമുക്ക് ഇപ്പോൾ പനിയുടെയും ചുമയുടെയും എല്ലാം സീസണാണ്. അപ്പോൾ ചൂടുവെള്ളം തിളപ്പിക്കുമ്പോൾ 2 പനിക്കൂർക്കയിലൊക്കെ ഇട്ട് തിളപ്പിക്കുവാണെങ്കിൽ നമുക്ക് എന്ന് വെച്ച് വരാനുള്ളത് വരും, എന്നാലും നമ്മൾ നോക്കാനുള്ളത് നോക്കണമല്ലോ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. ഇനി അതിന് അരച്ച് ചേർക്കണം, തേങ്ങ പൊട്ടിക്കണം, തേങ്ങ ചിരണ്ടണം, അതൊക്കെ ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ അവിയലൊക്കെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇച്ചിരി മുരിങ്ങാക്കോലില്ലായിരുന്നു കേട്ടോ അവിയലിനകത്ത് ഇടാൻ. ലാസ്റ്റ് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ അവിയൽ ഓക്കെ ആകും. തട്ടിക്കൂട്ട് അവിയൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ സിന്ദൂരം മുകളിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. കാരണം ഈ പെണ്ണ് എപ്പോഴും എടുക്കുമായിട്ട് ഞാൻ മണ്ടയിൽ വെച്ചേക്കുവാണ്. സിന്ദൂരം തൊടട്ടെ കേട്ടോ. എവിടെയെങ്കിലും ഞാൻ ട്രൈപ്പോഡ് മാറ്റി വെച്ചേക്കുവാണ്. അവളുടെ ബാഗാണ് കേട്ടോ ആയിരിക്കുന്നത്. സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എപ്പോഴും അതെടുക്കും. അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ സിന്ദൂരം തൊടട്ടെ കേട്ടോ. എനിക്ക് സിന്ദൂരത്തിൻ്റെ ഒരു ചെപ്പുണ്ട്. ആ ചെപ്പിനകത്തെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഞാൻ ഒരു വട്ടം മേടിച്ചപ്പോൾ കളർ മാറിപ്പോയി. ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് പുതിയത് മേടിച്ചാണ് കേട്ടോ. കുളി കഴിഞ്ഞ് വരുന്നത് പൗഡർ പോലും തൊടുന്നതിനിപ്പോൾ എനിക്ക് തൊടണം. അത് കഴിഞ്ഞിട്ടാണ് പൗഡർ ഇടുന്നത്. കുഞ്ഞിൻ്റെ പൗഡറാണ് കേട്ടോ ഇടുന്നത്. ഇവിടെ എല്ലാവരും അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ പൗഡറാണ് ഞാനും ഇടുന്നത്. ചേട്ടായി എല്ലാം ഇടുന്നതാണ് കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ ഉള്ള സിമ്പിൾ മേക്കപ്പാണിത്. ഇത്രയാണ് വീട്ടിലിരിക്കുമ്പോഴുള്ള മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു പൗഡർ ഇടും, സിന്ദൂരം തൊടും, അത്രയൊക്കെ ആയിട്ടാണ് കേട്ടോ ചെയ്യുള്ളൂ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.